പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും ബി.ജെ.പിയിൽ പ്രശ്നങ്ങൾ തുടരുകയാണ്. ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി പട്ടികയാണ് വന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു. കൃഷ്ണകുമാർ പക്ഷത്തിന് മാത്രമാണ് ബി.ജെ.പിയിൽ പ്രാധാന്യം ലഭിക്കുന്നതെന്നും പ്രമീള ശശിധരൻ തുറന്നടിച്ചു. പാർട്ടി പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏകപക്ഷീയമായാണ് പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി പട്ടിക കൃഷ്ണകുമാർ വിഭാഗം തയ്യാറാക്കിയതെന്നാണ് നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറയുന്നത്. 13-ലും 14-ലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച 2 വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ 3 മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക വിഷമം എനിക്കുണ്ടായിരുന്നു. ആ വിഷമമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. തന്നെ പല പരിപാടികളിലേക്കും ബി.ജെ.പി നേതൃത്വവും കൃഷ്ണകുമാറിനൊപ്പം നിൽക്കുന്ന കൌൺസിലർമാരും ക്ഷണിക്കാറില്ല. ക്ഷണിച്ച പരിപാടികൾക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ പോകാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തതും അതുകൊണ്ടാണ്. തന്നെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് മാത്രമാണ് പ്രാധാന്യം ലഭിക്കുന്നതെന്നും പ്രമീള ശശിധരൻ പറയുന്നു. ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതലെന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. കൃഷ്ണകുമാർ പക്ഷത്തിന്റെ അവർക്ക് കൂടുതൽ സീറ്റ് നൽകി എന്നുള്ളത് അതെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എനിക്കുണ്ട്. തനിക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ടെന്ന് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിരുന്നു. പ്രമീള ശശിധരൻ, എൻ ശിവരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നിഷേധിച്ചിരുന്നു. വലിയൊരു വിഭാഗം പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെയാണ് ബി.ജെ.പി പാലക്കാട് നഗരസഭയിൽ മത്സരത്തിനിറങ്ങുന്നത്. മീഡിയ 1 പാലക്കാട്.